ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സിക്കന്ദർ കാ മുക്കദ്ദർ എന്ന് പറയുന്ന ഹിന്ദി മൂവിയാണ്. ഒരു എക്സിബിഷനിൽ നിന്നും വിലപിടിപ്പുള്ള ഡയമണ്ട്സ് കാണാതെ പോവുകയും അത് ആരാ എടുത്തതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഡയമണ്ട്സിന്റെ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലമാണ്. ഹൈ സെക്യൂരിറ്റിയിലാണ് അവിടെ ഡയമണ്ട്സിന്റെ കളക്ഷൻസ് എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. ഒരുപാട് പോലീസുകാരും അതിന്റെ നിയന്ത്രണത്തിനുണ്ട്. അതേസമയം ഈ എക്സിബിഷൻ ഹാളിനൊക്കെ പുറത്ത് ധൃതി പിടിച്ചിട്ട് ഒരാൾ ഓടിപ്പോയി അമ്പലത്തിനടുത്തുള്ള ടെലിഫോൺ ബൂത്തിൽ നിന്നും ആരെയോ കോൾ ചെയ്യുന്നുണ്ട്. അയാൾ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ കാണുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. കൺട്രോൾ റൂമിലേക്കായിരുന്നു അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ എക്സിബിഷൻ നടക്കുന്നിടത്ത് ഇപ്പോൾ തന്നെ ഒരു മോഷണം നടക്കുമെന്നും ആരൊക്കെയാണ് വേഷം മാറി അവിടെ വന്നിട്ടുള്ളതെന്നും എല്ലാ ഡീറ്റെയിൽസും തന്നെ അയാൾ ആ പേപ്പറിൽ നോക്കി വായിച്ചു കേൾപ്പിക്കുന്നു. നിങ്ങൾ ആരാ സംസാരിക്കുന്നതെന്നൊക്കെ പോലീസുകാർ അപ്പുറത്ത് നിന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ അതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല. ആ പേപ്പറിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് മാത്രം വായിച്ചു കേൾപ്പിക്കുകയാണ്. വേഷം മാറി 4 സെക്യൂരിറ്റീസ് അവിടെ വന്നിട്ടുണ്ടെന്നും അവരാണ് മോഷ്ടിക്കാൻ പോകുന്നതെന്നുമാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ കാര്യം സത്യമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ പോലീസുകാര് ഫയർ എല്ലാം അടിക്കുകയും ചെയ്യുന്നു. ആ 4 കള്ളന്മാരും ചേർന്നിട്ട് CCTV എല്ലാം തന്നെ അപ്പൊ തന്നെ കേടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണം പോലീസുകാർക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. ആൾക്കാരെ എല്ലാം തന്നെ ഒരു സൈഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പ്ലാൻ പൊളിയെന്ന് മനസ്സിലാക്കി കള്ളന്മാരാകട്ടെ കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പോലീസുകാർ തിരിച്ച് അവരെയും ഷൂട്ട് ചെയ്തു. അവസാന ആ ഫൈറ്റില് കള്ളന്മാരെ എല്ലാം തന്നെ പോലീസുകാർ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. അപ്പോഴും ആൾക്കാരെല്ലാം അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ബോഡീസ് എല്ലാം തന്നെ അവിടെ നിന്ന് കൊണ്ടുപോയ ശേഷമേ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്നാണ് ആൾക്കാരോട് പോലീസുകാർ പറയുന്നത്. കുറച്ചു കഴിയുമ്പോൾ ആംബുലൻസ് വന്നിട്ട് ബോഡീസ് എല്ലാം തന്നെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ബാക്കി എല്ലാവരെയും തിരിച്ച് അവരവരുടെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ് പോലീസുകാര്. തിരിച്ച് തന്റെ സ്റ്റാളിലേക്ക് വന്ന നായികയെ കാമനി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 5 ഡയമണ്ട്സ് കാണാനില്ല. അവള് പെട്ടെന്ന് പോലീസുകാരെ വിളിച്ച് കാണിക്കുന്നു. അവളുടെ കൂടെ ആ സ്റ്റാളിൽ ഉണ്ടായിരുന്ന മങ്കേഷും ആകെ ഞെട്ടിപ്പോയി. വിലപിടിപ്പേറിയതാണ് ആ ഡയമണ്ട്സ്. ഇത് കേട്ടതും പോലീസുകാര് അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരോടെല്ലാം അവിടെ തന്നെ നിൽക്കാൻ പറയുന്നു. ഈ ഡയമണ്ട്സ് തിരിച്ചു കിട്ടാതെ ആരും തന്നെ എങ്ങോട്ടും പോകണ്ട. ആ കള്ളന്മാരുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ തറയിൽ നിന്ന് എവിടെയെങ്കിലും ഡയമണ്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അവരവിടെ എല്ലാം തെരഞ്ഞെങ്കിലും എവിടെ നിന്നും കിട്ടിയില്ല. ഈ കേസ് അന്വേഷിക്കാൻ ജസ്വീന്ദർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് വരുന്നത്. അയാൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് കാമനി പറയുന്നുണ്ട്, ആ കള്ളന്മാര് കയറിയ സമയത്ത് എല്ലാരും അടിച്ച് ഞങ്ങളെല്ലാരും ഇവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് ഈ ഡയമണ്ട്സ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് കാണാതായിരിക്കുന്നത്. ആ ഡയമണ്ട് മോഷണം പോയിരിക്കുന്ന സ്റ്റോളിന്റെ തൊട്ടപ്പുറത്തുള്ള സ്റ്റോളിലുള്ള ആൾക്കാരെ മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാവരും തന്നെ ജസ്വീന്ദർ പറഞ്ഞു വിടുന്നു. പോകുന്ന വഴിക്ക് അവരെ എല്ലാം തന്നെ ഫിസിക്കലി ചെക്ക് ചെയ്യുകയും അവരുടെ പേരും അഡ്രസ്സും എഴുതി വെക്കുകയും ചെയ്യും. എന്നിട്ട് ആ സ്റ്റോളിലുണ്ടായിരുന്ന സ്റ്റാഫിനോടൊക്കെ പറയുന്നുണ്ട്, അലാറം അടിക്കുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും എവിടെയായിരുന്നു അവിടെ തന്നെ പോയി നിൽക്കാൻ. എന്നിട്ട് ആ സമയത്തുള്ള CCTV ഫുട്ടേജും ഇവരിപ്പോൾ പോയി നിൽക്കുന്ന സ്ഥലവും ഇവർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം താഴെ വന്ന് ഓരോരുത്തരായിട്ട് വിളിച്ച് സംസാരിക്കുകയാണ്. അതിലൊരാളുടെ പേര് സിക്കന്ദർ ശർമ്മ എന്നാണ്. കമ്പ്യൂട്ടർ റിപ്പയർമാനായ അയാളാകട്ടെ അവിടുത്തെ കമ്പ്യൂട്ടേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ നിന്ന് നീ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ഈ സ്റ്റാളിലെ എല്ലാവരുടെയും കമ്പ്യൂട്ടേഴ്സിന്റെ കാര്യങ്ങൾ നോക്കുന്നത് താനാണെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ CCTV ഓഫ് ആയത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് CCTVയുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് അവൻ പറയുന്നു. അങ്ങനെ അവന്റെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് അവനെയും അയാൾ പറഞ്ഞു വിടുന്നു. സിക്കന്ദർ വേഗത്തിൽ നടന്നു പോകുന്ന കണ്ടിട്ട് ജസ്വീന്ദറിന് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നു. എവിടെ എത്ര ധൃതിയിൽ പോകുന്നു ചോദിക്കുമ്പോൾ എന്റെ അമ്മ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുക, എനിക്ക് പെട്ടെന്ന് പോയേ പറ്റുമെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ജസ്വീന്ദറിന് നല്ല ഡൗട്ട് തോന്നുന്നുണ്ട്, ഇവനായിരിക്കാം ആ ഡയമണ്ട് മോഷ്ടിച്ചതെന്ന്. സിക്കന്ദറിനോട് ജസ്വീന്ദർ പറയുന്നുണ്ട്, അലാറം അടിച്ച സമയത്ത് നീ കറക്റ്റ് ആയിട്ട് എവിടെ നിന്നേന്നോ ഒന്ന് പോയി നിന്ന് കാണിക്കാൻ. അവൻ പോയി നിന്നപ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട്, നീ അവിടെയല്ല നിന്നത്, ഇവിടെയാണ് നിന്നതെന്ന്. നിന്റെ സ്ഥാനത്ത് ഞാനാണ് നിന്നതെന്ന്. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമാകുന്നു. കാമിനിയും മങ്കേഷ്ജിയും വിളിച്ചിട്ട് ജസ്വീന്ദർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സിക്കന്ദറിനെ അറിയാമോ എന്ന്. തങ്ങളുടെ കമ്പനിയിലും സിസ്റ്റം നന്നാക്കാൻ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അല്ലാതെ അയാളുടെ പേരോ അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ ഒന്നും തന്നെ അറിയില്ല. സിക്കന്ദറിനും അവരെ ജസ്റ്റ് കണ്ടു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരസ്പരം അല്ലാതെ അവർ തമ്മിൽ ഒരു കോൺടാക്റ്റും ഇല്ലായിരുന്നു. ജസ്വീന്ദറിനെ തന്റെ സീനിയേഴ്സ് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ കേസ് എത്രയും പെട്ടെന്ന് സോൾവ് ആക്കണമെന്ന്. ഏറ്റെടുത്ത കേസുകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ സോൾവ് ആക്കി 100% വിജയം കൈവരിച്ച ഒരു പോലീസുകാരനാണ് ജസ്വീന്ദർ. ഈ കേസ് ഞാൻ 24 മണിക്കൂറിനുള്ളിൽ സോൾവ് ആക്കുമെന്ന് അയാൾ പറയുന്നു. നിങ്ങളെ ചോദ്യം ചെയ്യണം, അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ആ 3 പേരെയും അയാൾ അവിടെ പിടിച്ചു നിർത്തുന്നു. എന്നാൽ എനിക്ക് വീട്ടിൽ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സിക്കന്ദർ ആകട്ടെ ഫോൺ എടുത്ത് തന്റെ വീടിനടുത്തുള്ള ഒരു ബൂത്തിലേക്ക് വിളിക്കുന്നു. അയാളുടെ വീട്ടിലായിരുന്നു ഇവനും അമ്മയും വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വരാൻ ലേറ്റ് ആകുമെന്ന് അമ്മയോടൊന്ന് പറഞ്ഞേക്കാൻ പറയുന്നു. അതിനുശേഷം ജസ്വീന്ദർ ഫോൺ വാങ്ങിയിട്ട് അയാളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളതാണോ എന്നറിയാൻ. ജസ്വീന്ദർ ആ 3 പേരെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്റെ മനസ്സ് നന്നായിട്ട് പറയുന്നുണ്ട് നിങ്ങളിൽ 3 പേരിൽ ആരോ ഒരാളാണ് ഇത് മോഷ്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 3 പേരും ചേർന്ന്, അല്ലെങ്കിൽ നിങ്ങളിൽ 2 പേര് ചേർന്നിട്ട്. എന്നാൽ അവർ 3 പേരും എടുത്തെടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ആരും തന്നെയല്ല ഇത് മോഷ്ടിച്ചതെന്ന്. മങ്കേഷ് ജിയാകട്ടെ 32 വർഷമായിട്ടാണ് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഇതുവരെ അയാളുടെ പേരിൽ ഒരു നെഗറ്റീവും വന്നിട്ടില്ല. കാമിനി ജോലിക്ക് കയറിയിട്ട് 3 മാസമായിട്ടേ ഉള്ളൂ. 3 പേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ജസ്വീന്ദർ. കാമിനി തന്റെ മകനെയും കുഞ്ഞനിയത്തെയും കൂട്ടിയാണ് വരുന്നത്. അവളുടെ ഹസ്ബൻഡുമായിട്ട് അവൾക്ക് നേരത്തെ തന്നെ ഡിവോഴ്സ് ആയതാണ്. ലോക്കപ്പിൽ കിടക്കുമ്പോൾ മങ്കേഷ് പറയുന്നുണ്ട്, ഞാനല്ല ഒരിക്കലും ആ ഡയമണ്ട് എടുത്തതെന്ന്. താനും എടുത്തിട്ടില്ല എന്ന് സിക്കന്ദറും പറയുന്നു. മങ്കേഷ് സിക്കന്ദറിനോട് ഒരു ഡൗട്ട് പറയുന്നുണ്ട്. കാമിനി പോലീസുകാരോട് പറഞ്ഞത് അവൾ 3 മാസമായതേ ഉള്ളൂ ജോലിക്ക് കയറിയിട്ട് എന്നാണ്. എന്നാൽ അവൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് 4 വർഷത്തോളം ഈ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു.
കയറിയതായിരുന്നു. അതിനുശേഷം കുറെ ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ഇപ്പോൾ 3 മാസത്തിന് മുമ്പ് കയറിയതാണ്. ചിലപ്പോൾ ടെൻഷന്റെ ഇടയ്ക്ക് അവൾ അത് അറിയാതെ വിട്ടുപോയതായിരിക്കാം. ജസ്വിന്ദർ മെയിൻ ആയിട്ടും സംശയിക്കുന്നത് സിക്കന്ദറിനെ തന്നെയായിരുന്നു. എന്നാൽ എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും സിക്കന്ദർ പറയുന്നുണ്ട് എനിക്കതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല എന്ന്, താൻ എടുത്തിട്ടില്ല എന്നും. ആ 5 ഡയമണ്ട്സിന് ഏകദേശം 50 to 60 കോടിയോളം വില വരുമായിരുന്നു. തന്റെ മേൽ കുറ്റം അടിച്ചേൽപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സിക്കന്ദർ അവസാനം പറയുന്നുണ്ട് നിങ്ങൾക്കൊരിക്കൽ മനസ്സിലാവും നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നും ഞാനല്ല ഇത് ചെയ്തതെന്നും. അന്ന് നിങ്ങൾക്ക് ഇത് ഓർത്തിട്ട് പശ്ചാത്താപം വരും. ആ സമയത്ത് നല്ലൊരു ആണിനെ പോലെ എന്റെ മുന്നിൽ വന്നു നിന്ന് എന്റെ കണ്ണിലേക്ക് നോക്കി എന്നോട് സോറി പറയണം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജസ്വിന്ദർ. സീൻ അവിടെ കട്ടായിട്ട് 15 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് കാണിക്കുന്നത്. സർവീസിലെ 100% വിജയം കൈവരിച്ചിരുന്ന പോലീസുകാരന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. താടിയൊക്കെ വളർത്തി ഫുൾ ടൈം മദ്യപിച്ച് നടക്കുന്ന ഈ പോലീസുകാരനെ മറ്റുള്ളവർ ആരും തന്നെ ബഹുമാനിക്കാനും കൂട്ടാക്കിയില്ല. ജസ്വിന്ദറിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം 15 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ കൈകാര്യം ചെയ്ത ആ സിക്കന്ദറും കാമിനി എല്ലാവരും ഉൾപ്പെടുന്ന റോബറി കേസ് തന്നെയാണ്. ആ കേസ് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല എന്ന് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാകും. ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ മദ്യപിച്ച് നടക്കുന്നതിന്റെ പേരിൽ ഓൾറെഡി തന്നെ സസ്പെൻഷനിലായിരുന്നു ജസ്വിന്ദർ. അതിന്റെ കൂടെ അയാൾക്ക് ടെർമിനേഷൻ ലെറ്റർ കൂടി കിട്ടുന്നു. അവിടെ നിന്നും ഇറങ്ങിയ അയാൾ നേരെ പോകുന്നത് ഫാമിലി കോർട്ടിലേക്കാണ്. അന്ന് തന്നെയായിരുന്നു അയാളുടെ ഡിവോഴ്സ് കേസിന്റെ ഫൈനൽ ഹിയറിംഗും. ആ ഡയമണ്ട് മോഷണ കേസിന്റെ അന്വേഷണത്തിന്റെ പിറകെ പോയിട്ട് അവസാനം അയാളുടെ ഫാമിലി ലൈഫിൽ പോലും അയാൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ അത് തന്നെ നഷ്ടമായിരിക്കുന്നു. അയാളുടെ ഭാര്യയും അയാളും തമ്മിലുള്ള ഡിവോഴ്സ് അവിടെ വെച്ച് നടക്കുകയാണ്. മാസാമാസം ഭാര്യയ്ക്കൊരു തുക അയച്ചു കൊടുക്കണം. അയാളുടെ ജോലിയും പോയി. ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്നറിയാതെ അയാൾ അങ്ങനെ ആ ബെഞ്ചിൽ തന്നെ ഇരിക്കുന്നു. കാര്യങ്ങളിൽ ആലോചിച്ചുകൊണ്ട് രാത്രി ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു ജസ്വിന്ദർ. ആ നേരത്തെ അയാൾക്കൊരു കോള് വരുന്നു. നിങ്ങളുടെ കേസിലെ ആ ഹീറോ സിക്കന്ദർ ആകട്ടെ ഇന്ന് രാത്രി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അയാളുടെ അബുദാബി കോൺട്രാക്ട് പൂർത്തിയായി. അവന്റെ നമ്പർ അയച്ചു തരാൻ വേണ്ടിട്ട് ജസ്വിന്ദർ അയാളോട് പറയുന്നു. അങ്ങനെ എയർപോർട്ടിൽ വന്നിറങ്ങിയ സിക്കന്ദറിനെ ജസ്വിന്ദർ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട് നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന്. അവരുടെ കേസ് കഴിഞ്ഞിട്ട് 15 വർഷമായിരിക്കുന്നു. ഇയാൾ ഇപ്പോൾ തന്നെ എന്തിനാ കോൾ ചെയ്തെന്നാണ് അവൻ ചിന്തിക്കുന്നത്. നീ എന്ന് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. ആ ഡയമണ്ട് എടുത്തത് നീയല്ലാന്ന് എനിക്കറിയാം. എനിക്ക് തെറ്റുപറ്റി പോയതാ. അതുകൊണ്ട് എല്ലാത്തിനും ക്ഷമ ചോദിക്കാനാണ് ഞാനിപ്പോ വിളിച്ചത്. ഇത് കേട്ടപ്പോഴാ സിക്കന്ദറിന് സമാധാനമായത്. പക്ഷേ സിക്കന്ദർ എടുത്തു പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള ഡീൽ അങ്ങനെയല്ലായിരുന്നു എന്ന്. ആണുങ്ങളെ പോലെ നേരിൽ വന്ന് നിന്ന് കണ്ണിൽ നോക്കി നിങ്ങൾ സോറി പറയണം. ഒടുവിൽ ജസ്വിന്ദർ അതിന് സമ്മതിക്കുന്നു. പിന്നീട് കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുകയാണ് എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചതെന്ന്. ആ ഡയമണ്ട് മോഷണ കേസിൽ അവർ 3 പേരെയും പ്രതിയാക്കിയാണ് കോടതിയിൽ അവർ ഹാജരാക്കുന്നത്. 3 പേർക്കും വേണ്ടിയിട്ട് ഒരു വക്കീലുണ്ടായിരുന്നു. എതിർഭാഗം വക്കീല് പറയുന്നത് ഇവര് തന്നെയാണ് ഡയമണ്ട് എടുത്തതെന്നും ഇവരത് വിഴുങ്ങാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ എക്സ്റേ എടുത്ത് നോക്കണമെന്ന്. ഇത് കേട്ടത് മങ്കേഷ് പറയുന്നുണ്ട് ഒരിക്കലും ഡയമണ്ട് വിഴുങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഇങ്ങനെ ജീവനോടെ നിൽക്കില്ല എന്ന്. കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴേ മരിച്ചു പോയേനെ. എന്നാൽ അവര് പറയുന്നതൊന്നും കേൾക്കാതെ ഇവരുടെ എക്സ്റേ എടുക്കാനുള്ള അനുമതി കോടതി നൽകുകയാണ്. അങ്ങനെ ഇവർ 3 പേരുടെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി സിക്കന്ദർ തന്റെ ഫ്രണ്ടായ പ്രിയ എന്ന് പറയുന്ന ഒരു നേഴ്സിനെ കാണുന്നു. എന്നാൽ അവൻ ഡയറക്റ്റ് അവിടെ നിന്ന് അവളുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ എക്സ്റേ റിപ്പോർട്ട് വരുമ്പോൾ എല്ലാം ക്ലിയർ ആയിരുന്നു. അവരാരും തന്നെ ഡയമണ്ട്സ് ഒന്നും തന്നെ വിഴുങ്ങിയിട്ടുമില്ല. അപ്പോഴേക്കും റോബറി നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞ അയാളെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അയാൾ പറയുന്നു എനിക്കിതുമായിട്ട് നേരിട്ട് ഒരു ബന്ധവും തന്നെയില്ല. ഞാൻ എന്നും എന്റെ മകളെ ഒരു ഓട്ടോയിൽ കയറ്റിയാണ് സ്കൂളിലേക്ക് വിടുന്നത്. അന്ന് ഓട്ടോയിൽ മകളെ കയറ്റി വിട്ടിട്ട് തിരിച്ചു നടന്നു വരുന്ന വഴിക്ക് ഒരു കോള് വന്നു. എന്നും മകളെ ഓട്ടോയിൽ കയറ്റി വിടുമ്പോൾ ആ ഡ്രൈവറുടെ മുഖം ഒന്ന് ശ്രദ്ധിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള കോളായിരുന്നു അത്. വിളിച്ച ആൾ ഇയാളോട് പറയുന്നുണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പറിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്ത ശേഷം അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് അതുപോലെ പറയാൻ. അങ്ങനെ ഞാൻ ആ നമ്പറിൽ കോൾ ചെയ്തു. ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു. അല്ലാതെ ഈ ഒരു ഇൻസിഡന്റുമായിട്ട് അയാൾക്ക് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല എന്റെ മകളെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടുമില്ലായിരുന്നു. എന്നും ഓട്ടോയിൽ കൊണ്ടുപോകുന്ന ആള് തന്നെയാണ് കൊണ്ടുപോയത്. അയാൾ എന്നെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എന്നെ ഒരു മീഡിയേറ്റർ ആക്കി മാറ്റിയത് മാത്രമാണ്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കാമിനിയെയും സിക്കന്ദറിനെയും എല്ലാം ടോർച്ചർ ചെയ്തെങ്കിലും അവർ 2 പേരും മാറി മാറി പറയുന്നുണ്ട് തങ്ങളല്ല ഡയമണ്ട് എടുത്തതെന്ന്. അടുത്ത ഹിയറിംഗിന് കോടതി ചെല്ലുമ്പോൾ അവർക്ക് 3 പേർക്കും എതിരെ ഒരു തെളിവും പോലീസിന് ഹാജരാക്കാൻ പറ്റാത്ത കാരണം 3 പേർക്കും ജാമ്യം അനുവദിക്കുന്നു. സിക്കന്ദർ വീട്ടിലെത്തി കഴിയുമ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് പ്രിയ വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് നീ എന്തായാലും എന്നോട് സംസാരിക്കാൻ നന്നായി, അല്ലെങ്കിൽ ആ പോലീസുകാരൻ നിന്നെയും പിടിച്ച് ചോദ്യം ചെയ്തേനെ. പ്രിയയുടെ വീട്ടിലാകട്ടെ അവൾക്ക് കല്യാണാലോചനകൾ നടക്കുകയാണ്. പ്രിയയ്ക്ക് സിക്കന്ദറിനെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അവളെ കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവന് കഴിയില്ലായിരുന്നു. അവന് തന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ പ്രിയ അവിടെ നിന്നും പോകുന്നു. ജാമ്യം എടുത്ത് പുറത്തു വന്നെങ്കിലും കേസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വക്കീലിന് ഫീസ് കൊടുക്കണം. സിക്കന്ദറിന്റെ കയ്യിലാകട്ടെ കാശൊന്നും തന്നെയില്ല. ആ നേരത്ത് അവൻ ആവശ്യപ്പെടാതെ അവനെ സഹായിക്കുന്നത് കാമിനിയായിരുന്നു. അങ്ങനെ അവർ പരസ്പരം സംസാരിക്കുകയും കൂടുതൽ അടുക്കുകയും ചെയ്യുന്നുണ്ട്. കാമിനിയുടെ വീട്ടിലെ അവസ്ഥയും അവളുടെ ഹസ്ബൻഡ് വേറെ വിവാഹം കഴിച്ച കാര്യം എല്ലാം തന്നെ അവൾ പറയുന്നു. കേസിലകപ്പെട്ട കാരണം സിക്കന്ദർ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്തു നിന്നെല്ലാം തന്നെ അവനെ പറഞ്ഞു വിടുന്നു. അവന് വേറൊരു ജോലിയും കിട്ടുന്നില്ല. അവസാനം കുറെ അന്വേഷിച്ചാണ് അവനൊരു ജോലി സെറ്റാക്കുന്നത്. അങ്ങനെ കേസ് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് തന്നെ കാമിനിയും സിക്കന്ദറും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. അതിനിടയ്ക്ക് സിക്കന്ദറിന്റെ അമ്മ മരിക്കുന്നു. വാടക കുടിശ്ശിക കൂടി വന്നതോടുകൂടി അവന് വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടതായി വരുന്നു. അവൻ നേരെ പോകുന്നത് കാമിനിയുടെ അടുത്തേക്കാണ്. അവർ 2 പേരും വിവാഹം കഴിക്കുകയും പിന്നീട് ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുകയാണ്. സീൻ അവിടെ കട്ടായിട്ട് വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്ത സിക്കന്ദർ
സിക്കന്ദറിനെ കൂട്ടാൻ പോകുന്നത് മനീഷ് എന്ന് പറയുന്ന അവന്റെ സുഹൃത്തായിരുന്നു. മനീഷ് ചില പ്രശ്നങ്ങളിൽപ്പെട്ട സമയത്ത് സിക്കന്ദർ അവനെ ഒരുപാട് കാശ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ലാൻഡ് ചെയ്ത സിക്കന്ദർ നേരെ കാമനയുടെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ജസ്വീന്ദറിനെ കാണാൻ പോകുന്നു. അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ വീണ്ടും ഫ്ലാഷ് ബാക്ക് കഥയാണ് കാണിക്കുന്നത്. ഇവരുടെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയ്യിലെ കാശ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ നിന്ന് നല്ല ജോലിയൊന്നും തന്നെ കിട്ടില്ല. മനീഷ് പറയുന്നുണ്ട്, ആഗ്രയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്റെ മാമന്റെ കമ്പനിയിൽ നല്ല ജോലി കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ മുംബൈയിൽ നിന്ന് ആഗ്രയിലേക്ക് ഷിഫ്റ്റ് ആകാമെന്ന് അവർ തീരുമാനിക്കുന്നു. എന്നാൽ ആഗ്രയിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ക്യാഷ് വേണം. അതാലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, എന്റെ കയ്യിൽ കുറച്ച് കാശ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കാമിനി പറയുന്നു. അങ്ങനെ കാമിനിയും സിക്കന്ദറും കാമിനിയുടെ അനുജത്തിയും അവളുടെ മകനും എല്ലാവരും ചേർന്നിട്ട് ആഗ്രയിലേക്ക് ഷിഫ്റ്റ് ആകുന്നു. അവർക്ക് താമസിക്കാൻ അവിടെ ഓൾറെഡി വീട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കമ്പനിയിലെ ജോലിയും താമസ സൗകര്യം എല്ലാം ഇഷ്ടപ്പെട്ടതോടുകൂടി അവർ അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു. പതിയെ പതിയെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു ദിവസം മങ്കേഷ് ജി സിക്കന്ദറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ ഹിയറിംഗ് ഉണ്ട്, നീ എത്രയും പെട്ടെന്ന് മുംബൈയിലേക്ക് വരണമെന്ന്. ഗ്രാമത്തിലിറങ്ങി നീ മുങ്ങി നടക്കുകയാണെന്നാ ഇവിടെ എല്ലാവരും പറഞ്ഞു പരത്തിയിരിക്കുന്നത്. പ്രശ്നങ്ങളെല്ലാം തന്നെ മാറുമെന്നും ഞാൻ മുംബൈയിൽ പോയിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് സിക്കന്ദർ അവിടെ നിന്നും പോയി. എന്തോ അവന്റെ ഭാഗ്യമെന്ന് പറയട്ടെ, ആ ഹിയറിംഗോടുകൂടി ആ കേസ് അവിടെ അവസാനിക്കുകയാണ്. പോലീസുകാർക്ക് വേണ്ടത്ര തെളിവ് ഹാജരാക്കാൻ പറ്റാത്ത കാരണം ആ പുതിയ ജഡ്ജിയാകട്ടെ ഈ കേസ് അവിടെ തന്നെ ക്ലോസ് ചെയ്യുന്നു. കേസ് തീർന്ന സന്തോഷത്തിൽ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് സിക്കന്ദർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എന്നാൽ അവൻ കുറെ നേരം വാതിൽ കൊട്ടിയ ശേഷമാണ് കാമിനി വാതിൽ തുറന്നത്. അവളോട് ആ സന്തോഷ വാർത്ത പറഞ്ഞെങ്കിലും അവളുടെ ശാരീരികാവസ്ഥ കണ്ടിട്ട് അവൻ എന്തോ വല്ലായ്ക തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല, എനിക്ക് ചെറിയ പനിയുണ്ടെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൾ തലകറങ്ങി വീഴുകയാണ്. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് സ്കാൻ ചെയ്തിട്ട് പറയുന്നുണ്ട് അവളുടെ ലങ്സിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന്. സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങിയെങ്കിലേ പറ്റൂ. അവന്റെ കയ്യിലാകട്ടെ 10ന്റെ കാശില്ല. ട്രീറ്റ്മെന്റ് ഡോക്ടർ തുടങ്ങിക്കോ, ഞാൻ എത്രയും പെട്ടെന്ന് കാശുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്നപ്പോഴാകട്ടെ കുട്ടികളെ രണ്ടുപേരെയും പുറത്താക്കിയിരിക്കുകയാണ് ആ വീട്ടുടമ. കാര്യം അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ എന്തൊക്കെ കേസുണ്ട്, നിങ്ങൾ കള്ളന്മാരാണെന്നൊക്കെയാണ് പുറത്തു നിന്നും കിട്ടിയ അറിവ്. അതുകൊണ്ട് ഇനി ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് അയാൾ രാത്രിക്ക് രാത്രി അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു. എന്തായാലും ഞാൻ ജോലി ചെയ്ത ഈ മാസത്തെ ശമ്പളം എന്താന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിയിട്ടാണ് അവൻ അവിടെ നിന്നും പോകുന്നത്. തൽക്കാലത്തേക്ക് കുട്ടികളെ ധർമ്മശാലയിലാക്കുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് കാശ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു അവൻ. ആ വഴിക്ക് കുറച്ച് ആൾക്കാർ വന്ന് അവനെ ആക്രമിക്കുകയും അവന്റെ കാശ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഒരു ദിവസം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് സിക്കന്ദറിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആകെ തകർന്നു പോയ അവനാകട്ടെ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി ഒരു പാലത്തിന്റെ അടുത്ത് പോയി നിന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വണ്ടി വലിയ ഹോണോടുകൂടി അവന്റെ സൈഡിലൂടെ കടന്നുപോയി. ആ ഒരു നിമിഷം കൊണ്ട് അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. ആത്മഹത്യ ചെയ്തിട്ടൊരു കാര്യവുമില്ല, എല്ലാം നേരിടുക തന്നെ. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് സിക്കന്ദർ ജസ്വീന്ദറിനോട് പറയുന്നുണ്ട്, എന്നെ ഇത്രയധികം ദ്രോഹിച്ചത് നിങ്ങളാണ്. അന്ന് സിക്കന്ദറിന് ജാമ്യം കിട്ടി പോയതിനു ശേഷം അവൻ ഒരിടത്തും ജോലി കിട്ടാഞ്ഞതും അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും എല്ലാം തന്നെ ഈ ജസ്വീന്ദർ പറഞ്ഞിട്ടായിരുന്നു. സിക്കന്ദർ ആഗ്രയിലുണ്ടെന്ന് ജസ്വീന്ദർ കണ്ടുപിടിച്ചതും ഉടനെ ആഗ്രയിലേക്ക് ആളെ അയച്ച് അവന്റെ പഴയ കേസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അവിടുത്തെ വീട്ടുടമയെ അറിയിച്ചു. അങ്ങനെ അവിടെ നിന്നും രാത്രിക്ക് രാത്രി അവനെ പറഞ്ഞു വിട്ടു. കാശടിച്ചു മാറ്റാൻ ആളെ വിട്ടതും ജസ്വീന്ദർ തന്നെയായിരുന്നു. അവസാനം നിനക്ക് ട്രീറ്റ്മെന്റിനുള്ള കാശ് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ സിക്കന്ദർ പറയുന്നുണ്ട്, വേറെ ആരോടും കടം ചോദിക്കാൻ പറ്റാത്ത കാരണം ഞാൻ ദൈവത്തിനോട് തന്നെ കടം ചോദിച്ചു എന്ന്. അമ്പലത്തിൽ നിന്നും അവൻ കാശെടുക്കുകയായിരുന്നു. ബാക്കി കാശിന് വേണ്ടിയിട്ട് അവൻ തന്റെ സുഹൃത്ത് മനീഷിനെ വിളിച്ചപ്പോൾ മനീഷാണ് അബുദാബിയിൽ ഒരു ജോലി തനിക്ക് ശരിയാക്കി തന്നത്. അങ്ങനെ സിക്കന്ദർ അബുദാബിയിലേക്ക് പോവുകയും അവിടെ ജോലിയെടുത്ത് കിട്ടുന്ന കാശ് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് കാമിനിയുടെയും മക്കളുടെയും ചെലവിന് ഉപയോഗിക്കുകയും ചെയ്തു. കാമിനിയുടെ ട്രീറ്റ്മെന്റും അങ്ങനെ നടന്നുപോയി. അങ്ങനെ അബുദാബിയിൽ നിന്ന് താനിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ജസ്വീന്ദർ ചോദിക്കുന്നുണ്ട്, ഇതിനിടയ്ക്ക് നീ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. തപസ്സു എന്ന് പറയുന്ന പെൺകുട്ടി, ഓ നിങ്ങൾ അവളെ പറ്റി അന്വേഷിച്ചു എന്ന് സിക്കന്ദർ ചോദിക്കുകയാണ്. സിക്കന്ദർ ആദ്യം ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും അവൻ നല്ലൊരു പോസ്റ്റിലേക്ക് മറ്റൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അവിടെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ കൊളീഗായിരുന്നു തപസ്സു എന്ന് പറയുന്ന പെൺകുട്ടി. ഇന്ത്യക്കാരിയും മുംബൈയിൽ നിന്ന് തന്നെയുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കൂടുതൽ അടുത്തു. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവർ. വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം തന്നെ അവർ സിനിമയ്ക്ക് പോകാറുണ്ട്. തപസ്സുവിന് സിക്കന്ദറിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഇവർ സിനിമ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരാളാകട്ടെ തപസ്സുവിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീ മുംബൈയിലെ ബാറിലെ ജോലിയൊക്കെ വിട്ടുവെന്ന്. എത്ര തവണ ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, ഇപ്പൊ എന്താ ഇവിടെയെന്ന്? നീ പഴയ പരിപാടിയൊക്കെ വിട്ടിട്ട് കല്യാണം കഴിച്ചു എന്നൊക്കെ അവളോട് ചോദിക്കുന്നു. അവൾ ആകെ നിന്ന് വിയർക്കുകയായിരുന്നു. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്, നിന്റെ എന്ത് പാസ്റ്റിനെ പറ്റിയാ പറയുന്നതെന്നൊക്കെ സിക്കന്ദർ അവളോട് ചോദിക്കുന്നു. പെട്ടെന്ന് സിക്കന്ദറിന്റെ മനസ്സിലൂടെ അന്നേരം പോയത് ജസ്മിന്ദർ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തപസ്സുവിനെ അയച്ചതാണോ എന്നാണ്. എന്നാൽ അവളോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം അവൾ തുറന്നു പറയുന്നു. പണ്ട് ജീവിത സാഹചര്യം കൊണ്ട് എനിക്ക് ബാറിൽ ഡാൻസ് കളിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആ ജോലി മോശമാണെന്നും അങ്ങനൊരു സാഹചര്യത്തിലല്ല താൻ ജീവിക്കേണ്ടതെന്നും തോന്നിയിട്ടാണ് അവൾ അതിൽ നിന്നെല്ലാം കരകയറി ഇവിടെ എത്തിയിരിക്കുന്നത്. അല്ലാതെ നീ പറയുന്ന ഈ ജസ്വിന്ദറുമായിട്ടൊന്നും എനിക്കൊരു ബന്ധവുമില്ല. അവളോട് ചൂടായതിനെല്ലാം അവസാനം സിക്കന്ദർ അവളോട് സോറിയും പറയുന്നുണ്ട്. ഇന്ന് രാവിലെ കൂടി ഞാൻ അവളെ കണ്ട ശേഷം അവൾക്കൊരു ഗിഫ്റ്റും കൊടുത്തിട്ടാണ് ഇവിടേക്ക് ഫ്ലൈറ്റ് കയറിയത്. തന്റെ ഇതുവരെയുള്ള ലൈഫിനെ പറ്റിയെല്ലാം സിക്കന്ദർ പറഞ്ഞു കഴിയുമ്പോൾ ജസ്വീന്ദർ പറയുന്നുണ്ട്, അന്ന് എനിക്ക് തെറ്റുപറ്റിയതാ. നീ ടെൻഷൻ അടിച്ച് ആ ഹോളിൽ നിന്ന് പോകുന്ന വഴിക്ക് അറിയാതെ ഞാൻ നിന്നെ സംശയിച്ചു പോയി. നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാ നീ പോയത്. പക്ഷെ ഞാൻ അതിനെ തെറ്റിദ്ധരിച്ചു. എല്ലാത്തിനും സോറി എന്നും നിന്നോട് ചെയ്തതെല്ലാം വലിയ തെറ്റാണെന്നും ജസ്വീന്ദർ പറയുന്നു.
15 വർഷമായിട്ട് ജസ്വീന്ദറിന്റെ വായിൽ നിന്ന് ഇത് കേൾക്കാനായിരുന്നു സിക്കന്ദറും ആഗ്രഹിച്ചിരുന്നത്. എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് സിക്കന്ദർ അവിടെ നിന്ന് പോകാനിറങ്ങുമ്പോൾ ജസ്വീന്ദർ ഒരു തവണ കൂടി അവനെ വിളിച്ചു നിർത്തുന്നു. നിന്റെ ജീവിതത്തിൽ നീ അറിയാത്തൊരു രഹസ്യം കൂടി ഉണ്ടെന്ന് ജസ്വീന്ദർ പറയുന്നു. ജാമ്യത്തിലിറങ്ങിയ ഇവരെ 3 പേരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരെ ജസ്വീന്ദർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നിവർ ആഗ്രയിലേക്ക് പോകുന്നതിന് മുമ്പ് പണം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാമിനിയാകട്ടെ ഒരു കടയിലേക്ക് കയറി പോകുന്നത് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് അവൾ ആ കടയിലേക്ക് കൊടുക്കുന്നു. അയാൾ അതിന് പകരമായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാമെന്നും അവളോട് പറഞ്ഞു. കറക്റ്റ് ആ സമയത്ത് തന്നെ ജസ്വീന്ദർ അവളെ പോയി കൈയോടെ പിടിക്കുന്നുണ്ട്. എന്നാൽ അവൾ അവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുചെന്നത് ആ 5 ഡയമണ്ടിൽ ഒന്നുപോലും അല്ല. ആ പ്രശ്നം നടക്കുന്നതിനിടയ്ക്ക് അവൾ അവിടെ നിന്നും മറ്റൊരു ചെറിയ ഡയമണ്ട് തന്റെ നഖങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ ചെന്നത്. ഈ കാര്യങ്ങളൊന്നും തന്നെ നിനക്കറിയില്ല. ഇതിന്റെ പേരിൽ അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും, ഇതെല്ലാം നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ നന്നായിട്ട് പേടിച്ചു. അവൾ ജയിലിലായി കഴിഞ്ഞാൽ അവളുടെ അനിയത്തിയുടെയും മകന്റെയും കാര്യം കുഴപ്പത്തിലാകുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവൾ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. പിന്നീട് അങ്ങോട്ട് നിന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവളെ തന്നെയാണ് നിയമിച്ചിരുന്നത്. കാശിന് ആവശ്യം വന്നാൽ നീ എന്തായാലും ആ ഡയമണ്ട് പുറത്തെടുക്കുമെന്നും വിൽക്കുമെന്നും ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കാശിന് ആവശ്യം വരുത്താൻ വേണ്ടിയിട്ട് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതും നിന്റെ കാശ് തട്ടിക്കൊണ്ടു പോകാൻ ആൾക്കാരെ വിട്ടതും അവളുടെ ആ അസുഖം എല്ലാം ക്രിയേറ്റ് ചെയ്തതും. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നീ ആ ഡയമണ്ട് എടുത്ത് വിൽക്കാത്ത കാരണം ഞങ്ങൾക്ക് മനസ്സിലായി നീയല്ല ആ ഡയമണ്ട് മോഷ്ടിച്ചതെന്ന്. അങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്തതെല്ലാം തന്നെ ആ ഡയമണ്ട് നിന്റെ കയ്യിലുണ്ടെങ്കിൽ പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു, അല്ലാതെ നിന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഇതെല്ലാം കേട്ടതോടുകൂടി സിക്കന്ദർ ആകെ സങ്കടത്തിലായിരുന്നു. കാമിനിയും തന്റെ കൂടെ നിന്ന് തന്നെ ചതിച്ചിരിക്കുകയാണ്. അവൻ നേരെ വീട്ടിലെത്തി കാമിനിയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നു. അവൾ അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. അന്ന് ആ ഒരവസ്ഥയിൽ അവരെന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ എനിക്ക് അവരുടെ കൂടെ നിൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആ ചെറിയ ഡയമണ്ട് വിറ്റു എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ജയിലിലിട്ടേനെ. എല്ലാം കേട്ടതോടുകൂടി സിക്കന്ദർ പറയുന്നുണ്ട്, ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന്, നമുക്ക് പരസ്പരം പിരിയാം. എന്നാൽ കാമിനി എത്രയൊക്കെ പറഞ്ഞിട്ടും സിക്കന്ദർ കേൾക്കുന്നില്ല. മാസാമാസം നിനക്ക് കാശ് ഞാൻ അയച്ചു തരും, പക്ഷെ നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകില്ല, ഡിവോഴ്സ് ആകാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവിടെ നിന്നും പോയി സിക്കന്ദർ ആകട്ടെ മറ്റൊരു നാട്ടിലേക്കാണ് പോകുന്നത്. അവൻ നേരെ പോയി കാണുന്നത് അവന്റെ പഴയ ഫ്രണ്ട് പ്രിയയായിരുന്നു. അവിടെ ഒരുപാട് പ്ലാന്റുകളുടെ ശേഖരം ഉണ്ടായിരുന്നു. അവിടെയാണ് അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവനെ കണ്ടതും അവൾ അവനെയും കൂട്ടി ആ പ്ലാന്റുകളുടെ നടുക്കേക്ക് പോകുന്നു. അവിടെ അവന് വേണ്ടിയിട്ട് അവൾ ഒരു പ്ലാന്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും സിക്കന്ദറിന്റെ ഉള്ളിൽ പേടിയും സന്തോഷവും എല്ലാം തന്നെ മാറി മാറി വരുന്നു. കാരണം ഇത്രയും കാലവും അവൻ പലതും സഹിച്ചത് ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ആ പ്ലാന്റിനുള്ളിലായിട്ട് ഒരു കവറിൽ ആ 5 ഡയമണ്ടും ഉണ്ടായിരുന്നു. ശരിക്കും സിക്കന്ദർ തന്നെയായിരുന്നു ആ 5 ഡയമണ്ടും മോഷ്ടിച്ചത്. ഇതൊക്കെ ഒളിപ്പിക്കാനും അവനെ സഹായിച്ചത് പ്രിയയാണ്. അതുകൊണ്ട് അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് അവൻ പറയുന്നുണ്ട്, ഒരു നല്ല വിഹിതം ഞാൻ നിനക്ക് അയച്ചു തരാമെന്ന്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അവൻ അതും എടുത്തുകൊണ്ട് ബസ്സിൽ പോകാൻ നേരം അവനെ കൈയോടെ ജസ്വീന്ദർ പിടിക്കുന്നു. എല്ലാം ജസ്വീന്ദറിന്റെ പ്ലാൻ ആയിരുന്നു. താൻ ഈ കേസൊക്കെ വിട്ടുവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിക്കന്ദറിനെ വിളിച്ച് അയാൾ സോറി പറഞ്ഞത് തന്നെ. ജസ്വീന്ദർ ഒരിക്കലും സിക്കന്ദറിനെ ഒരു രീതിയിലും ശല്യം ചെയ്യില്ല എന്ന് അവൻ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ആ ഡയമണ്ട് അവൻ എടുക്കാൻ പോയി. അത് തന്നെയായിരുന്നു ജസ്വീന്ദറും നോക്കിയിരുന്നത്. അന്നു മുതൽ എന്റെ നിഗമനം കറക്റ്റ് തന്നെയായിരുന്നു. നീയാണ് എടുത്തതെന്ന് എനിക്ക് അന്നേ തോന്നിയതാ. അതിപ്പോൾ അങ്ങനെ തന്നെ വന്നു. എനിക്ക് പറ്റിയ മണ്ടത്തരം അന്നേ ഞാൻ നിന്നെ വിശ്വസിപ്പിക്കേണ്ടതായിരുന്നു. ഞാൻ ഈ കേസിൽ നിന്നൊക്കെ പിന്മാറിയെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ നീ ആദ്യമേ തന്നെ ഈ ഡയമണ്ട് വിൽക്കാൻ തീരുമാനിച്ചേനെ. ഈ ഒരു ഐഡിയ തോന്നാൻ എനിക്ക് 15 വർഷം എടുത്തു. ഇനി എങ്ങനെയാണ് സിക്കന്ദർ ഇത് മോഷ്ടിച്ചതെന്നാണ് കാണിക്കുന്നത്. ആ എക്സിബിഷൻ ഹാളിൽ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും മറ്റുമായിട്ടാണ് അവൻ വന്നത്. അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് അവനോട് പറയുന്നുണ്ട് തന്റെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്റം ഒന്ന് പോയി നോക്കണമെന്നും അവർ 5000 രൂപ തരുമെന്നും. കാശ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ സിക്കന്ദർ എന്തായാലും ആ സിസ്റ്റം ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. എന്നാൽ വിജനമായ ഒരു സ്ഥലമായിരുന്നു അത്. അവിടെയുള്ള ആൾക്കാരെ കണ്ടിട്ടും സിക്കന്ദറിന് ഡൗട്ട് തോന്നി. മോഡേൺ സിസ്റ്റം ആയിരുന്നു അത്. അവിടെ ആർക്കും തന്നെ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് അവന് മനസ്സിലായി. ആകെ ഒരു പ്രിന്ററിനകത്ത് പേപ്പർ കുടുങ്ങിയ ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് ശരിയാക്കി അവന്മാർ 5000 രൂപ തരില്ല എന്ന് കരുതിയിട്ട് ഇതിൽ വലിയ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറെ നേരം അതിലിരുന്ന് പണിയുന്നു. അതിനിടയ്ക്ക് ചുറ്റും നോക്കുമ്പോൾ അവന് പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. മാത്രമല്ല എക്സിബിഷൻ ഹാളിന്റെ നോട്ടീസ് എല്ലാം തന്നെ അവരുടെ കയ്യിലിരിക്കുന്നു. ഇവരെന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്ന് സിക്കന്ദറിന് അപ്പൊ തന്നെ മനസ്സിലായി. പിറ്റേന്ന് അവൻ ഹാളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ആൾക്കാരുടെ അടുത്ത് കണ്ട അതേ ചുമന്ന ബാഗ് തന്നെ ഇവിടെ ആൾക്കാർ കൊണ്ടുപോകുന്നതും കാണുന്നു. ഇവിടുത്തെ സെക്യൂരിറ്റിയും അവിടെ കണ്ട ആൾക്കാരും ചേർന്നിട്ട് ഇവിടെ കൊള്ളയടിക്കാനാണ് തീരുമാനമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ സിക്കന്ദർ ഇവരെ ഫോളോ ചെയ്തു പോവുകയും ഇവരുടെ പ്ലാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ അവസരം മുതലെടുത്ത് സിക്കന്ദർ അവിടെ നിന്നും കുറച്ച് ഡയമണ്ട് അടിക്കാൻ തീരുമാനിക്കുകയാണ്. ദിവസവും അവിടെ ഒരാള് തന്റെ മകളെ ഓട്ടോയിൽ കയറ്റി വിടുന്നത് അവൻ കാണാറുണ്ടായിരുന്നു. അയാളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് വിളിക്കുന്നതും അവൻ തന്നെയായിരുന്നു. അയാളുടെ പോക്കറ്റില് ആ പേപ്പർ കൊണ്ടുപോയി വെക്കുന്നതും അവൻ തന്നെയായിരുന്നു. അങ്ങനെ ആ എക്സിബിഷൻ ഹാൾ മുഴുവൻ കൊള്ളയടിക്കാൻ വന്ന ആ ആൾക്കാരുടെ മിഷൻ അവൻ അങ്ങനെ പൊളിക്കുന്നു. ഫയർ അലാം അടിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ ആൾക്കാരെ ഏത് സൈഡിലാക്കാൻ മാറ്റുന്നതെന്ന് അവൻ ഓൾറെഡി തന്നെ അറിയാമായിരുന്നു. ആ കൂട്ടത്തിൽ അവനും കയറി നിന്ന് ആൾക്കാരെ എല്ലാം മാറ്റുന്നു. ഒരുവിധ ആൾക്കാരെല്ലാം മാറിന്ന് മനസ്സിലായതും ആരും കാണാതെ അവൻ ആ ചില്ലുകൂട് പൊട്ടിച്ചിട്ട് ഡയമണ്ട് മോഷ്ടിക്കുകയായിരുന്നു. ആ ഡയമണ്ട് അവിടെ നിന്ന് നീ പുറത്തു കടത്തിയത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് പ്രിയ വഴിയാണെന്ന്. പ്രിയ അവന്റെ നല്ല സുഹൃത്തായിരുന്നു. അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു കൊണ്ട് തന്നെ അവന്റെ ഈ ദാരിദ്ര്യാവസ്ഥ മാറാൻ വേണ്ടിയിട്ട് അവനെ സഹായിക്കാൻ അവൾ തയ്യാറായിരുന്നു. ബോഡി എടുക്കാൻ വരുന്ന ടീമിന്റെ കൂടെ അവൾ എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്ന് അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ നേഴ്സായിരുന്ന അവളാകട്ടെ ആ കൊള്ളയടിക്കാൻ വന്ന ആൾക്കാരുടെ ബോഡി എടുക്കാൻ
വേണ്ടിയിട്ട് ആംബുലൻസിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് സിക്കന്ദർ അവളുടെ കയ്യിൽ ആ ഡയമണ്ട് കൊടുത്തു വിടുന്നത്. അതുകൊണ്ടാണ് സിക്കന്ദറിനെ പരിശോധിച്ചപ്പോൾ ഇവർക്ക് ആർക്കും തന്നെ അവന്റെ കയ്യിൽ നിന്ന് ഡയമണ്ട് കിട്ടാതിരുന്നത്. കുറച്ചു നാളത്തേക്ക് അത് ഒളിപ്പിച്ചു വെക്കാൻ പ്രിയയുടെ കയ്യിൽ തന്നെയായിരുന്നു അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നതും. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സിക്കന്ദർ പറയുന്നുണ്ട്, ഞാനിന്ന് ആത്മഹത്യ ചെയ്യാൻ പോയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നിങ്ങളായിരുന്നു അന്ന് ആ ഹോൺ അടിച്ചുകൊണ്ട് പോയതെന്ന്. ആ ഒരു രാത്രിയിൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ എനിക്കിട്ട് പണി തരുന്നതാണെന്ന്. കാമിനി നിങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞ് ജസ്വീന്ദർ ചോദിക്കുന്നുണ്ട്, ആ തപസ്സു എന്ന് പറയുന്ന പെണ്ണിന്റെ കയ്യിൽ എന്താണ് കൊടുത്തതെന്ന്. സിക്കന്ദറിന് തപസ്സുവിനെ ഇഷ്ടമായിരുന്നു. സ്വിറ്റ്സർലൻഡിലേക്ക് അവൾക്ക് പോകാനുള്ള ടിക്കറ്റാണ് അവൻ കൊടുത്തുവിട്ടത്. ഇവിടെ വന്ന് ഈ ഡയമണ്ടും എടുത്തിട്ട് അവളുടെ അടുത്തേക്ക് പോകാനായിരുന്നു സിക്കന്ദർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. നിന്റെ പ്ലാനിങ് എല്ലാം കൊള്ളാമെന്നാണ് ജസ്വീന്ദർ പറയുന്നത്. എല്ലാം പറഞ്ഞിട്ട് സിക്കന്ദർ പറയുന്നുണ്ട്, ഞാൻ സാറിന് മുൻപിൽ ഒരു പ്രപ്പോസൽ വെക്കട്ടെ എന്ന്. അതായത് അവനെ പോലീസിന് കൈമാറാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തോ ഒരു ഡീല് പറയാൻ ശ്രമിക്കുകയായിരുന്നു. കുറച്ചുനേരം ചിരിച്ചുകൊണ്ട് ജസ്വീന്ദർ ഒന്ന് ആലോചിച്ചു നിൽക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, എന്ത് പ്രപ്പോസലാ നിനക്ക് പറയാനുള്ളതെന്ന്. അവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. സിക്കന്ദർ മിക്കവാറും ജസ്വീന്ദറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക ആ ഡയമണ്ട് വിറ്റിട്ട് അവർക്ക് രണ്ടുപേർക്കും ഈക്വലായിട്ട് ഷെയർ എടുക്കാമെന്നായിരിക്കാം. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.